ഹണിമൂൺ തുടങ്ങാല്ലേ. ഓ അതിന് മാറി തടസ്സമാണ്. നല്ലയാളാ, എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞില്ലേ. ഇതെന്ത് മാജിക്കാ കാണിച്ചേ? ഈ ബാത്റൂമിനകത്ത് എങ്ങനെ കയറി പറ്റിയത്? അതൊക്കെ പറയാം. എന്റെ കർത്താവേ, എന്നാലും നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ മാതാവേ, എന്റെ പിള്ളേർക്കൊന്നും വരുത്തല്ലേ. എപ്പോഴും മമ്മി വരുന്നേ? ഉടനെ വരുമ്പോളെ. നമസ്കാരം സർ. നമസ്കാരം. മന്ത്രി IPS കാരൊക്കെ തറവാടാ. പറഞ്ഞിട്ടെന്താ കാര്യം? റൊമാനിയയിൽ വെച്ച് ഭാര്യയും ഭർത്താവിനെയും കൂടെ കൊള്ളക്കാര് തട്ടിക്കൊണ്ടുപോയത്. എനിക്കൊരു സമാധാനമില്ല. പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ പിന്നെ? ഇല്ല. ഡൽഹിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പാപ്പച്ചനല്ലേ പറഞ്ഞത്? റൊമേനിയയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഹോം മിനിസ്റ്ററെ കൊണ്ട് തന്നെ വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ബെന്നി അവർ വിവരം അറിയിക്കും. രാവിലെയാണ് റോയച്ചൻ മിസ്സായത്. അന്ന് രാത്രി 10 മണി വരെ ഹോട്ടലിൽ ലൂസ് ചേച്ചിയെ കണ്ടവരുണ്ട്. അടുത്ത ദിവസം രാവിലെ തൊട്ട് ചേച്ചിയെയും കാണാതായി. റൂമിൽ നിന്ന് സാധനങ്ങളോ പണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതെന്നതാ പാപ്പച്ച? ഇതിനൊക്കെ പാപം ഞങ്ങൾ എന്നതാ ചെയ്തത്? അമ്മച്ച് വിഷമിക്കാതിരിക്കൂ. നാളെ കൂടി ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റിഗേഷന് ആളയക്കാന്നാ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സുഖമായി ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, എല്ലാവരും ഉറങ്ങിക്കോ. വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ യജമാനൻ, എല്ലാ മാസ്റ്റർ. അവനിങ് എത്തിക്കഴിഞ്ഞു. രാത്രിയുടെ 3-ാം യാമത്തിൽ എല്ലാ പ്രേതാത്മാക്കളും ഉണർന്നെഴുന്നേൽക്കണം. അവൻ അകമ്പടി സേവിക്കണം. ഓ ദ കിങ് ഓഫ് ഡാർക്ക്നെസ്, come, I am inviting you, my prince, to taste the hot sweet blood of our beautiful girls. ഓണേഴ്സ് ബംഗ്ലാ. ഇതൊരു പൊന്നാപുരം കോട്ട തന്നെ. ദൈവമേ, ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ സാറേ? വില്യം ഡിസോ സാറേ? അതെ സാറേ, ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. സാധനമൊക്കെ വേഗം ഇറക്കി വെക്കടാ. ഇറക്കിട്ട് ഇവരെ കയറ്റി വെക്കാൻ പറയരുത്. ആനയുടെ പാലുള്ള വെട്ടുക കേട്ടല്ലോ. അത് ശരിയാ. ആരെങ്കിലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടെ. ശരി ശരി. ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫ് അല്ലേ? അതെ സർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സാർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണെങ്കിൽ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജോടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടോ ഇറക്കാൻ വരട്ടെ. ഇങ്ങനെ ആളൊരു തൊട്ടി കേസാ. അല്ല സർ, ഞാനിവരോട് പെട്ടി പൊട്ടിക്കാതെ ഇറക്കണമെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജോടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം.
എക്സ്ട്രാ 10,000 ഫോർ മീ? ഓ എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടാ ഇറക്കിക്കോ, അങ്ങനെ തൊട്ടിയല്ല സ്വർണ്ണ കട്ടിയാണ്. ആ, അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതാ. ഓക്കെ സർ. അപ്പൊ സാറേ ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ? ആ നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. ദാ, ശരി. താങ്ക് യു സാർ. ഒന്ന് ബലത്തെ പിടിയടാ. സംഗതി വില്യൻ ഡിസൂസ് എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കോ ആവും. എനിക്ക് തെണ്ടിയ തന്നെ. ആ സർ. ആ സാർ ഇങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ആ ഓക്കെ ഓക്കെ സർ. പോട്ടെ പോട്ടെ. അപ്പൊ സാറേ ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ. സമയം ഒരുപാടായി. എപ്പോഴാണ് അയാളൊന്ന് വരിക? അയ്യേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേരയാ, പേടിച്ചു പോയി.